ഹലോ കൂട്ടുകാരെ, അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള പുലമൺകാവ് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്പലവും ഞങ്ങളുടെ സ്ഥലവും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. താണ്ടാ ദൂരെ കാണുന്നതാണ് നമ്മുടെ അമ്പലം. വിക്കി, നീ എവിടെ പോവാ? അമ്പലത്തിൽ പോവാന്നോ? അവിടെയൊക്കെ വേറെ പട്ടിയൊക്കെ കാണും. വീട്ടിൽ പോ, വീട്ടിൽ പോ മോള്, വീട്ടിൽ പോ. അവിടെ വേറെ പട്ടിയുണ്ട്. പോ, അങ്ങ് പോ, പോ പോ വിക്കി, അങ്ങ് പോ. അവിടെ വേറെ പട്ടിയുണ്ട്, നീ വീട്ടിൽ പോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ സദ്യാലയം. ഞങ്ങൾ സപ്താഹ സമയത്തൊക്കെ അന്നദാനം ഇവിടെ വെച്ചാണ് നടത്തുന്നത്. ഇത് ശാന്തിമഠം, അമ്പലത്തിലെ തിരുമേനിമാർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. അതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു വ്യൂവ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ സ്റ്റേജ്. ഉത്സവ പരിപാടിക്കൊക്കെ ഇവിടെയാണ് ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കൂടെ കറങ്ങി നമുക്ക് ഫ്രണ്ടിലെത്താം. ഇതാണ് ഞങ്ങളുടെ അമ്പലം, മാർനാട് പുലമൺകാവ് ശ്രീ മഹാദേവർ ക്ഷേത്രം. ഇതാണ് ഞങ്ങളുടെ അമ്പലം. ഇവിടെ കൊടിമരം വന്നത് കഴിഞ്ഞ വർഷമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം തന്നെ കഴിഞ്ഞ വർഷമാണ് നമുക്ക് കൊടിയേറ്റുത്സവം നടത്തിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് 10 ദിവസത്തെ ഉത്സവമുണ്ട്. ഇതേണ്ട കണ്ടോ, പ്രകൃതി രമണീയത കണ്ടോ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഞങ്ങളുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പണ്ടൊക്കെ ഈ വയൽ നിറച്ച് കൃഷിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കൃഷിയൊന്നുമില്ല, തരിശാണ്. എനിക്ക് എൻ്റെ ഹോം ടൂർ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇതുപോലെ നമ്മുടെ സ്ഥലവും നമ്മുടെ ക്ഷേത്രവും ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഓച്ചറ അമ്പലത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ആ വ്യൂവും പരിസരവും എല്ലാം ഒന്ന് കാണിക്കണമെന്നുള്ളത്. അപ്പോൾ ഇതാണ് മാർനാട്, കൊല്ലം ജില്ലയിലെ മാർനാട് പുലമൺകാവ് ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് കാണുന്നത്. അപ്പം നമുക്കിനി അർച്ചനയും മറ്റുമൊക്കെ നടത്താം. നമ്മളിവിടുത്തെ കമ്മിറ്റി ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് മുരുകൻ്റെ ക്ഷേത്രം. നമ്മുടെ മുരുകനാണ് പ്രതിഷ്ഠ. ഈ കൊടിമരം കഴിഞ്ഞ വർഷമാണ് കേട്ടോ നമ്മൾ വെച്ചത്. എന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കൊടിയേറ്റുത്സവം ഉണ്ടായിരുന്നു. 3 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം മുതൽ 10 ദിവസം കാണും. അപ്പം ഞാൻ കയറി തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചന്ദനക്കുറി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി സച്ചുവിനും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മെയിൻ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ ക്യാമറ അതിനകത്ത് കൊണ്ട് കയറിയില്ല. പരിസര പ്രദേശങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് കരുതി. അകത്തുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവനും ദേവിയും ശ്രീ മഹാഗണപതിയുമാണ്. ഇത് നമുക്ക് ശ്രീധർമ്മശാസ്താവാണ് ഇവിടെ ഉള്ളത്. ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ്. ഉപദേവതകളായിട്ടിരിക്കുന്നത് ശ്രീധർമ്മശാസ്താവും മുരുകനും പിന്നെ നാഗദൈവങ്ങളും മാടനുമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലാണ്. ഇതാണ് നമ്മുടെ ശ്രീകോവിലിനകം കേട്ടോ. ബാക്ക് വശമാണിത്. ഇവിടെയാണ് നമ്മുടെ ശ്രീ മുരുകൻ ഇരിക്കുന്നത്, കുടികൊള്ളുന്നത്. ഇതാണ് ശ്രീ മുരുകൻ്റെ ശ്രീകോവിൽ. ഇത് നമ്മുടെ ക്ഷേത്രംകുളമാണ് കേട്ടോ. ഇതിപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഉത്സവമൊക്കെ വരുവാണല്ലോ. മഹാശിവരാത്രിയാണ് ഇവിടുത്തെ ഉത്സവം. ഇത് നമ്മുടെ സർപ്പദേവതകൾ ഇരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ മാടൻ്റെ സ്ഥാനമുള്ളത്. ഇതാണ് നമ്മുടെ മാടൻ്റെ സ്ഥാനം, മാടൻ തമ്പുരാൻ. ഇത്രയും ഉപദേവതകളൊക്കെ നമുക്കിവിടെ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതായത് ഈ വയലും ഈ ആലും ഒക്കെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഉത്സവമൊക്കെ വരുന്ന സമയത്ത് ഈ വയൽ നിറച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട്, കളർ ബൾബൊക്കെ ഇട്ട്, ഈ ആലയിലെല്ലാം ഇട്ട് നല്ല ഭംഗിയാണ്. ഇനി എന്തെങ്കിലും ഒരിക്കലും ഉത്സവമൊക്കെ വരുമ്പോൾ ഈ അമ്പലം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇട്ട് തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അമ്പലവും എൻ്റെ സ്ഥലവും
എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എൻ്റെ അമ്പലം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നാട്ടിലുള്ള അമ്പലമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ആലിലൊരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഈ അമ്പലത്തിൽ വന്നാൽ അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ സച്ചും ഊഞ്ഞാല് കണ്ട ഉടനെ ഒരു ഓട്ടം ഓടി ഊഞ്ഞാലയിലാടാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ അമ്പലവും എൻ്റെ ഈ പ്രകൃതി രമണീയതയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അപ്പം നമുക്ക് ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് ഓക്കെ ബൈ, ശുഭദിനം.